ചതിക്കുന്നവരെ കൂടെ നിർത്തുന്ന രീതി കോൺഗ്രസ് മാറ്റുകയാണ്. ഇനി സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ പണി പാളും എന്നുറപ്പിച്ച പാർട്ടി അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പുനഃസംഘടന മുതൽ അധ്യക്ഷനെ മാറ്റിവരി അടിമുടി മാറ്റം കൊണ്ടുവന്ന് ഒരു പുതിയ നാളെയെ നെയ്തെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അതിനായി പാർട്ടിയുടെ ഭാവി രൂപരേഖ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏപ്രിൽ 8, 9 തീയതികളിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ AICC സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന സമ്മേളനം നിർണായക ചർച്ചകൾക്കുള്ള വേദി മാത്രമായിരിക്കില്ല. സാധാരണക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും രാഷ്ട്രത്തിനായി ശക്തമായ ഒരു ബദൽ ദർശനം അവതരിപ്പിക്കുന്നതിനുമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെ പുനഃസ്ഥാപനം ആകുമെന്നുറപ്പാണ്. ഈ സുപ്രധാന സമ്മേളനം ജനവിരുദ്ധ നയങ്ങൾക്ക് ഉയർത്തുന്ന വെല്ലുവിളികളെയും ഭരണഘടനയ്ക്കും അതിന്റെ മൂല്യങ്ങൾക്കും നേരെയുള്ള BJPയുടെ നിരന്തരമായ ആക്രമണത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സഹായിക്കുക വഴി BJPക്ക് ഒരു എതിരാളി ഉണ്ടെന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. വരാനിരിക്കുന്ന ബീഹാർ, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് പോലെയുള്ള സുപ്രധാന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അടിമുടി മാറ്റത്തിന് ഒരുങ്ങുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും, ദേശീയ ഭാരവാഹികൾ, മുതിർന്ന പാർട്ടി നേതാക്കൾ, മറ്റ് AICC പ്രതിനിധികൾ എന്നിവരും പങ്കെടുക്കുന്ന 2 യോഗങ്ങളിലും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷത വഹിക്കും. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി തന്റെ MP-മാരെ ഉപദേശിച്ചു തുടങ്ങി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാജ്യസഭയിലും ലോക്സഭയിലും അക്ഷമമായി നടക്കുന്ന അനീതികളെ കണ്ണും പൂട്ടിയിരിക്കുന്ന MP-മാരോട് നിൽക്കക്കളിയില്ലാതെ രാഹുൽ ഗാന്ധി ഉപദേശം നൽകി. നിങ്ങളുടെ ഭാഷയിൽ ഉറക്കെ പാർലമെന്റിൽ ശബ്ദം മുഴങ്ങട്ടെ. നിങ്ങളുടെ വാക്കുകളും പോയിന്റുകളും കേന്ദ്ര സർക്കാരിനെ കീറി മുറിക്കുന്നതാകട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കൂടാതെ ഇനി മുതൽ പാർലമെന്റിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കായിട്ട് അറ്റൻഡൻസ് ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ബൂത്ത് മുതൽ ആസ്ഥാനം വരെ താഴെത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്തം പൂർണ്ണമായും നേതാക്കന്മാർക്കും കൈമാറി. യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഡൽഹി മാറ്റത്തിന് വോട്ട് ചെയ്തുവെന്നും വിഭവങ്ങളുടെ അഭാവമുണ്ടായിട്ടും മികച്ച പോരാട്ടം കാഴ്ചവെക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചുവെന്നും ഖാർഗെ പറഞ്ഞിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ പാർട്ടി നേതാക്കൾ പൊതുജന താൽപര്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കണമെന്നും ഡൽഹിയിൽ പാർട്ടിയെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും ഖാർഗെ ഉപദേശം നൽകി. അടിമുടി മാറി ഒരു പുതിയ കോൺഗ്രസ് ഉദയം കൊള്ളുക എന്നതാണ് ഈ നീക്കങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം റായ്ബറേലിയിലെത്തിയ രാഹുൽ ഗാന്ധി അണികളോട് 2027 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി അക്ഷീണമായി പ്രവർത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊരു തീരുമാനം കൂടിയുണ്ടായി. ഈ ഉഴപ്പെല്ലാം നിർത്തി മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ പിടിച്ച് വെളിയിൽ കളയുമെന്ന തീരുമാനം വരികയാണ്. ഭാവിയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുതിർന്ന പാർട്ടി നേതാക്കൾ ഉത്തരവാദികളായിരിക്കുമെന്ന്. അതായത് ഇനിയുള്ള കോൺഗ്രസ് ചുവടുകൾ നേതാക്കന്മാർ സൂക്ഷിച്ചും കണ്ടും വെച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും AICC തീരുമാനം വന്നിരിക്കുകയാണ്. ഇതോടെ ഉൾപോരും അടിയൊഴുക്കും ശക്തമാകുമ്പോൾ പാർട്ടി താഴേക്ക് വീണു തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ തീരുമാനം കർക്കശമാക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഉപദേശവും കോൺഗ്രസ് പുനഃസംഘടനയും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന കളികളിൽ കോൺഗ്രസ് ചില്ലറ കളികളൊന്നല്ല കളിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പായിരിക്കുകയാണ്.